ഓം ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സുബ്രഹ്മണ്യായ നമഃ. ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമഃ. എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നടപ്പ് ദശ അഥവാ ഇപ്പോഴത്തെ നിങ്ങളുടെ ദശ ഏതാണ് എന്ന് എങ്ങനെ അറിയാം എന്നും ആ നടപ്പ് ദശയിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നും നോക്കാം. പല വീഡിയോകളിലും ഈ ചാനലിലൂടെ തന്നെ പറയാറുണ്ട്. അതായത് ഗോചരഫലത്തിലും ശക്തമാണ്, പ്രബലമാണ് ഈ നടപ്പ് ദശ തരുന്ന ഫലത്തിന്. അത് നിങ്ങൾക്ക് തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകാനുള്ളതേ ഉള്ളേ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ അശ്വതി ഭരണി നക്ഷത്രക്കാർക്ക് നല്ല കണ്ടകശനിയുണ്ട്. എല്ലാ അശ്വതിക്കാർക്കും ഭരണിക്കാർക്കും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ബാലരായാലും വൃദ്ധനായാലും അശ്വതി നക്ഷത്രമാണോ അവർക്ക് കണ്ടകശനി ഉണ്ട്. എന്നാൽ നിങ്ങൾക്ക് തന്നെ പരിചയമുള്ള അശ്വതി നക്ഷത്രക്കാരെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ പല അശ്വതി നക്ഷത്രക്കാരുടെയും ഇപ്പോഴത്തെ അനുഭവം വ്യത്യസ്തമായിരിക്കും. ചിലരാണെച്ചാൽ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് വളരെയേറെ ക്ലേശിച്ച് നട്ടം തിരിയുന്നതായിട്ട് കാണാം. എന്നാൽ മറ്റ് ചില അശ്വതിക്കാർ രാജയോഗത്തോടെ വാഴുന്നവർ ഉണ്ടാകാം. അവർക്കും കണ്ടകശനിയുണ്ട്. പക്ഷേ അവർക്ക് ഇപ്പോൾ നല്ല ദശാസമയം ആകയാൽ കണ്ടകശനി അവരെ ക്ലേശിപ്പിക്കുന്നില്ല. അത്രയേ ഉള്ളൂ. അതിന് ആ ദശാനാഥൻ അനുവദിക്കില്ല. അതാണ് അതിൻ്റെ കാര്യം. ആകയാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏത് ദശയാണ് നടക്കുന്നതെന്നറിഞ്ഞ് ആ ദശാനാഥനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്താൽ ഗ്രഹദോഷങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ പറ്റും. ആകയാൽ നിങ്ങൾക്കു തന്നെ ഇപ്പോൾ ഏത് ദശയാണ് നടക്കുന്നതെന്നറിയുവാനും സ്വയം ചെയ്യാവുന്നതും ആയ ദോഷ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നും ആണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ അതിനു മുൻപായി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ക്ലേശങ്ങൾക്കൊക്കെ കാരണം നവഗ്രഹങ്ങളാണ് അഥവാ ഗ്രഹദോഷം മാത്രമാണ് എന്ന് കരുതരുത്. ആചാര്യന്മാർ പറയുന്നത് ഈശ്വരകോപം ഉണ്ടെങ്കിൽ എത്ര നല്ല ദശയാണ് എങ്കിലും ക്ലേശം ഒഴിയില്ല എന്നാണ്. പ്രത്യേകിച്ച് ധർമ്മദൈവകോപം ഉണ്ടെങ്കിൽ. പിന്നെ മറ്റൊന്ന് പിതൃശാപമോ പിതൃകോപമോ ഒക്കെ ഉണ്ടെങ്കിലും ക്ലേശം തന്നെ ആയിരിക്കും ഫലം. പിന്നെ മറ്റൊന്ന് വെച്ചാൽ സർപ്പദോഷമാണ്. സർപ്പദോഷം ഉണ്ടെങ്കിലും ജാതകത്തിൽ സർപ്പദോഷം ഉണ്ടെങ്കിലും അത് ക്ലേശം വിട്ടുമാറില്ല. പിന്നെ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ വാസ്തുദോഷം ആണ്. അപ്പോൾ ഈ വാസ്തുദോഷം ഉള്ള വീട്ടിൽ താമസിച്ചാലും ക്ലേശങ്ങൾ വിട്ടുമാറില്ല. പ്രത്യേകിച്ച് വീടിൻ്റെ വടക്ക് കിഴക്കേ മൂല, തെക്ക് പടിഞ്ഞാറ് മൂല അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഏരിയ, ഇവിടെയൊക്കെ ശുദ്ധമല്ലെങ്കിലോ ബാത്റൂമോ ടോയ്ലറ്റോ ഈ സെപ്റ്റി ടാങ്കോ അതൊക്കെ ഉണ്ടെങ്കിലോ അത് നല്ലതല്ല. അവിടെ ഒരു ഐശ്വര്യം ഉണ്ടാകില്ല. കൂടാതെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വെളിയിലോട്ട് വാതിലോ ജനലോ ഒക്കെ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ ഐശ്വര്യമോ ധനമോ ഒന്നും നിൽക്കില്ല. എന്നും കടമായിരിക്കും ഫലം. എന്നാൽ ഈ ദോഷങ്ങൾ ഒക്കെ മനസ്സിലാക്കുന്നതിന്, അതായത് ഈശ്വരകോപമാണോ സർപ്പദോഷമാണോ ഇതൊക്കെ അറിയുന്നതിനായിട്ട് അതിന് പരിഹാരം കാണുന്നതിനായിട്ടും
അടുത്തുള്ള ഒരു ജ്യോത്സ്യരെ നേരിൽ കാണുന്നത് തന്നെയാണ് ഉത്തമം. ക്ലേശങ്ങളൊക്കെ സഹിച്ച് ഇങ്ങനെ ജീവിക്കുന്നതിൽ കാര്യമില്ല. അത് എന്താണെന്ന് മനസ്സിലാക്കി അതിന് പരിഹാരം ചെയ്ത് സമാധാനമായിട്ട് മുന്നോട്ട് ജീവിക്കുകയാണ് ഉത്തമം. ഇനി ഈ ക്ലേശങ്ങളുടെ പരിഹാരമായി ആദ്യത്തെ ഒരു സ്റ്റെപ്പായിട്ട് ദശാനാഥനെ പ്രീതിപ്പെടുത്തുക, അതുപോലെ ദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്യുക മുതലായവയാണ്. അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാം. അപ്പോൾ ഇത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യമായി ഏത് ദശയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് കണ്ടുപിടിക്കാം. പിന്നീട് ദോഷ പരിഹാരവും നോക്കാം. അപ്പോൾ അതിനു മുൻപ് ഒരു കാര്യം കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു. ചില നക്ഷത്ര ദോഷങ്ങൾ ഉണ്ടാകാം. ഉദാഹരണമായി ഇപ്പോൾ അശ്വതി നക്ഷത്രമാണെങ്കിൽ ഏകദേശം ഒരു 30 വയസ്സ് വരെ പല വിധത്തിലുള്ള തടസ്സങ്ങളും ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാവുക തന്നെ ചെയ്യും. 30 വയസ്സിന് ശേഷമേ ഒരു സ്ഥിരമായ ഉയർച്ച ഉണ്ടാകൂ. അതാ നക്ഷത്രത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ദോഷമാണേ. അല്ലാതെ ദശാനാഥനെയോ ശനിയെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് ഓരോ നക്ഷത്രത്തിൻ്റെയും പൊതുവേ ഉള്ള ഒരു സ്വഭാവവും അവരുടെ ഭാഗ്യവും ഭാഗ്യദോഷവും ഒക്കെ എപ്പോഴാണെന്ന് നോക്കാം. അതിനുശേഷം ഇപ്പോഴത്തെ ദശ ഏതാണെന്നും നോക്കാം. ഇന്ന് നമുക്ക് മകം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സ്വഭാവ വിശേഷതകളും പൊതുവേ ഉള്ള ഒരു സ്വഭാവ രീതിയും പിന്നെ അവർക്കിപ്പോൾ ഏത് ദശയാണ് നടക്കുന്നതെന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്നും നോക്കാം. ഈ മകം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ വളരെ സൗമ്യരും നിഷ്കളങ്കരും മിതഭാഷികളുമൊക്കെ ആയിട്ടാണ് കണ്ടുവരിക. സ്വാർത്ഥ ചിന്ത ഇവരിൽ തീരെ ഉണ്ടാകുകയില്ല. നല്ല സൗമ്യതയും നിഷ്കളങ്കതയും ഒക്കെ ഇവരുടെ മുഖത്ത് തന്നെ പ്രകടമാകുന്നതാണ്. ഇവർ നിസ്വാർത്ഥന്മാരാണെന്ന് മാത്രമല്ല, സ്വാർത്ഥന്മാരായിട്ടുള്ളവരെയും ചതിയും വഞ്ചനയും മറ്റും ഉള്ള ദുഷ്ടന്മാരെന്ന് തോന്നിയാൽ അങ്ങനെ ഉള്ളവരെ ഇവർ അങ്ങേയറ്റം വെറുക്കുകയും പിന്നീട് ഒരിക്കലും അവരുമായുള്ള ഒരു കൂട്ടുകെട്ടും ഒരു കൂട്ടുകൂടലോ ഒന്നും ഉണ്ടാവുകയുമില്ല. പിന്നെ അവരുമായിട്ട് എന്നേക്കുമായിട്ട് അങ്ങ് അകന്നു നിൽക്കുകയുള്ളൂ. അത് ഇപ്പോൾ ഏത് നിലയിലുള്ളവരായാലും ആര് തന്നെ ആയാലും അതിനൊരു മാറ്റം ഉണ്ടാകുകയില്ല. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ഇവർക്ക് ജീവിതത്തിൽ ധാരാളമായിട്ടുള്ള ശത്രുക്കൾ ഉണ്ടാകാറുണ്ട്. സത്യധർമ്മത്തിൻ്റെ വഴിയിലൂടെ മാത്രമേ ഇവർ സഞ്ചരിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ലേശം മുൻകോപം ഉള്ളതായിട്ട് കണ്ടുവരുന്നു. ഈ മുൻകോപം ഇവർക്ക് പല പരാജയങ്ങളും പല നഷ്ടകഷ്ടങ്ങളും ഒക്കെ വരുത്തിക്കൂട്ടാറുണ്ട്. ഇവർ നല്ല ഉത്തമ ഈശ്വരവിശ്വാസികളും സാത്വിക രീതിയിൽ ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരുമായിട്ടാണ് കണ്ടുവരിക. പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസങ്ങളുമൊക്കെ ഇവർ ഒരിക്കലും ഉപേക്ഷിക്കാറില്ല. അതൊക്കെ തന്നെ കാത്തു സൂക്ഷിച്ച് തന്നെ മുന്നോട്ട് പോവുക. ഇവരുടെ സത്യസന്ധതയും നിസ്വാർത്ഥതയും ഈ ആത്മാർത്ഥതയും ഒക്കെ കാരണം ഇവർക്ക് പൊതുകാര്യങ്ങളിൽ വളരെയധികം നല്ല സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതിനും പൊതുവേദികളിലൊക്കെ നന്നായി ശോഭിക്കുന്നതിനുമൊക്കെ കഴിയും. ശാസ്ത്ര കല സാംസ്കാരിക രംഗങ്ങളിലൊക്കെ ഇവർ വളരെയധികം ശോഭിച്ച് കാണുന്നു. ഇവർ വളരെ ആത്മാഭിമാനികളായിട്ടാണ് കണ്ടുവരിക. അതുകൊണ്ട് തന്നെ ആകാം ആരെയും ഒരു പരിധി വിട്ട് അങ്ങോട്ട് വകവെച്ച് കൊടുക്കാറില്ല. പിന്നെ എൻ്റെ കാര്യങ്ങൾ നോക്കുവാൻ എനിക്കറിയാം എന്നൊരു
അതിനാരെയും ആശ്രയിക്കേണ്ടതില്ല എന്ന് ഉള്ള ഒരു സ്വഭാവവിശേഷം അഥവാ ഒരു മനോഗതി ഇവർക്ക് ഉണ്ടാകാറുണ്ട്. എന്തായാലും സൽസ്വഭാവികളായ ഇവർ മറ്റുള്ളവർക്ക് ഒരു ഉത്തമ മാതൃക തന്നെ എന്ന് പറയാതെ വയ്യ. ഈ മകം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പലവിധമായ പരിവർത്തനങ്ങളും ക്ലേശങ്ങളും ഒക്കെ ഇവർക്ക് ഉണ്ടാകാറുണ്ട്. പക്ഷേ എന്തൊക്കെ ക്ലേശങ്ങളോ നഷ്ടങ്ങളോ ഒക്കെ ഉണ്ടായാലും ജീവിതത്തിൽ ഒരിക്കലും ഇവരുടെ ആദർശങ്ങളും സത്യധർമ്മ നിഷ്ഠകളും ഒന്നും തന്നെ കൈവെടിയില്ല എന്നതാണ് സത്യം. വളരെ ആലോചിച്ചൊക്കെ തന്നെയാണ് ഇവർ ഓരോ കാര്യവും തീരുമാനിക്കാറുള്ളത്. എന്നാൽ ഇവർ ഇപ്പോൾ ഒരിക്കൽ ഒരു കാര്യത്തിനൊരു തീരുമാനമെടുത്താൽ പിന്നീട് ഒന്ന് തിരുത്തുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ എല്ലാവരോടും വളരെ അടുത്ത് സഹകരിക്കുന്നവരാണെങ്കിലും തന്നോട് ശത്രുത്വമുള്ളവരോടും ഒരു ദയ ഒരിക്കലും കാണിക്കില്ല. സ്നേഹസമ്പന്നരും ദയാശീലരും ഹൃദയവിശാലരും ഉത്തമ സാത്വികരും ഒക്കെ ആയിട്ടാണ് ഈ മകം നക്ഷത്രക്കാരെ കണ്ടുവരിക. ഇവരുടെ കുടുംബജീവിതവും സന്തോഷപ്രദമായിട്ടാണ് കണ്ടുവരിക. ഈ മകം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സൗന്ദര്യവും കലാബോധവും ഒക്കെയുള്ള ഉത്തമ വ്യക്തിത്വത്തിന് ഉടമകളായിട്ടാണ് കണ്ടുവരിക. ഇവർ ഉദ്യോഗഭരണത്തിലായാലും ഗ്രഹഭരണത്തിലായാലും അഗ്രഗണ്യരായിട്ടാണ് കണ്ടുവരിക. ഇവർ ഒരു ഭർതൃപരിചരണം, ധാർമ്മിക ബോധം ഇതൊക്കെയുള്ള ഉത്തമ കുടുംബികളായിട്ടാണ് കണ്ടുവരിക. ഇനിയും ഇവർക്ക് ഇപ്പോൾ ഏത് ദശയാണ് നടക്കുന്നത് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഇനിയിപ്പോൾ സ്ക്രീനിൽ നോക്കാം. 1990 ഏപ്രിൽ മാസം 4-ാം തീയതി ജനിച്ച ഒരു മകം നക്ഷത്രക്കാരൻ്റെ ദശ കണക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ജന്മശിഷ്ടം കേതു ദശ എന്ന് പറയുന്നത് 3 വർഷം 4 മാസം 15 ദിവസം മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ അത് ഇതുപോലെ തന്നെ ജനന തീയതി, ഡേറ്റ് ഓഫ് ബർത്തിന് താഴെ ഇങ്ങനെ എഴുതുക, വർഷം മാസം ദിവസം എന്ന കണക്കിന്. അപ്പോൾ കേതു ദശ കഴിഞ്ഞാൽ പിന്നെ ശുക്രദശയാണ്, അത് 20 വർഷമാണ്. അത് കഴിഞ്ഞാൽ ആദിത്യദശ, സൂര്യദശ, അത് 6 വർഷമാണ്. പിന്നെ വരുന്നത് ചന്ദ്രദശയാണ്. ചന്ദ്രദശ 10 വർഷമാണ്. ഇനി ഇത് എല്ലാം നമുക്കൊന്ന് കൂട്ടി നോക്കാം. അപ്പോൾ 6, 15, 21, 4, 4, 8, അപ്പോൾ 6, 3, 9. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 2029 ഓഗസ്റ്റ് മാസം 21-ാം തീയതി വരെ ഇദ്ദേഹത്തിന് ചന്ദ്രദശയായിരിക്കും എന്ന് കാണാം. അപ്പോൾ ഈ ചന്ദ്രദശ കഴിഞ്ഞാൽ 2029 ചന്ദ്രദശ തീരും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കുജദശയാണ്, അതായത് ചൊവ്വാദശ. അപ്പോൾ അതെന്നാ തീരുന്നതെന്ന് നോക്കാനായിട്ട് അതിൻ്റെ കൂടെ ഇതെഴുതി കൂട്ടുക. അപ്പോൾ 2036 ഓഗസ്റ്റ് 21-ാം തീയതി ചൊവ്വാദശ തീരും എന്ന് കാണാം. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് രാഹുർദശയാണ്. രാഹുർദശ 18 വർഷമുണ്ട്. അപ്പോൾ ചൊവ്വാദശ തീർന്നാൽ അന്ന് മുതൽ തന്നെ ഈ രാഹുർദശ തുടങ്ങും. അപ്പോൾ അതുകൂടി എഴുതി കൂട്ടുക. അപ്പോൾ 2054 ഓഗസ്റ്റ് 21-ാം തീയതി വരെയും ഇദ്ദേഹത്തിന് രാഹുർദശ ആയിരിക്കും എന്ന് കാണാം. ഈ രാഹുർദശ തീർന്നാൽ പിന്നെ വ്യാഴദശയാണ്. വ്യാഴദശ എന്ന് വെച്ചാൽ 16 വർഷമാണ്. അതും കൂടി ഒന്ന് എഴുതി കൂട്ടി നോക്കാം. അപ്പോൾ 2070-ാം ആണ്ട് ഓഗസ്റ്റ് 21-ാം തീയതി വരെ ഇദ്ദേഹത്തിന് വ്യാഴദശ ആയിരിക്കും എന്ന് കാണാം. ഇപ്പോൾ ഇവിടെ കണ്ടതുപോലെ തന്നെ നിങ്ങളുടെ ജനന തീയതി, വർഷം, മാസം, ദിവസം എന്ന കണക്കിന് എഴുതുക.
പിന്നെ നിങ്ങളുടെ ജാതകത്തിലെ ജന്മശിഷ്ടം അല്ലെങ്കിൽ ജനനശിഷ്ടം എന്നൊക്കെ കാണും കേതുർദശ. അത് എത്ര വർഷം, ചിലപ്പോൾ ശൂന്യ വർഷമായിരിക്കും. ശൂന്യവർഷം 7 മാസം 5 ദിവസം എന്നൊക്കെ ആകാം. അതങ്ങനെ എഴുതുക, മാസം ദിവസം അങ്ങനെ ഇതായിട്ട്. എന്നിട്ട് അതുപോലെ ബാക്കിയുള്ള ദശകളൊക്കെ പൂർണ്ണമായിട്ട് കിട്ടും. ശുക്രൻ, ആദിത്യൻ, ചന്ദ്രൻ, അങ്ങനെ അതെല്ലാം എഴുതി കൂട്ടി നോക്കുക. അത് അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ ഇപ്പോൾ ഏത് ദശയാണ് നടക്കുന്നത് എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് ഇനിയിപ്പോൾ ഓരോ ദശയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ അതാത് ദശാകാലത്ത് എന്തൊക്കെയാണ് പരിഹാരങ്ങൾ, ദോഷപരിഹാരങ്ങൾ എന്നൊക്കെയുള്ളത് ഇപ്പം പറയാം. ഇനി അതിനു മുമ്പ് ഈ നിങ്ങളുടെ ജാതകത്തിലെ ഈ ജന്മശിഷ്ടം കണ്ടുപിടിക്കാൻ പറ്റിയില്ല എങ്കിൽ, അതല്ല ജാതകം തന്നെ ഇല്ല എങ്കിൽ, ഈ ജനന തീയതിയും ജനിച്ച സമയവും ജനിച്ച സ്ഥലവും കൂടി എഴുതി അയച്ചാൽ ജന്മശിഷ്ടം എത്ര ആണ് എന്നത് എഴുതി ഞാൻ വാട്സപ്പിലിട്ടാൽ മതി. അതിൻ്റെ പറഞ്ഞു തരാം. പിന്നെ നിങ്ങളത് കണ്ടുപിടിക്കുക. ഇനി ഇവിടെ സൂര്യൻ മുതൽ ഉള്ള 9 ഗ്രഹങ്ങളുടെയും ദോഷ പരിഹാരങ്ങളാണ് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏത് ദശയാണ് നടക്കുന്നത് എന്ന് നോക്കി ആ ഗ്രഹത്തിൻ്റെ പരിഹാര പൂജകളും കാര്യങ്ങളും ചെയ്യുക. ഇനി സൂര്യദശയാണ് നിങ്ങൾക്ക് എങ്കിൽ എന്തൊക്കെ ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് സൂര്യൻ്റെ മന്ത്രമോ നാമജപമോ ഒക്കെ ചെയ്യുക. സൂര്യ ഗായത്രി മന്ത്രമുണ്ട്. ഓം പ്രഭാകരായ വിദ്മഹേ ദിവാകരായ ധീമഹി തന്നോ സൂര്യ പ്രചോദയാത്. ഇതാണ് സൂര്യൻ്റെ ഗായത്രി മന്ത്രം. അത് ദിവസവും ഒരു 108 പ്രാവശ്യം ജപിക്കുന്നത് നല്ലതാണ്. പിന്നെ അടുത്ത് നവഗ്രഹ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ സൂര്യന് അർച്ചനയോ അഭിഷേകമോ മറ്റോ ചെയ്യാൻ പറ്റുന്നതിൽ അത് ഞായറാഴ്ച ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ശിവന് ധാര നടത്തുകയോ കൂവളമാല ചാർത്തുകയോ ചെയ്യുക. പിന്നെ ഓരോ മാസവും കറുത്തവാവിൻ്റെ തലേ ദിവസം ശിവന് കൂവളത്തില കൊണ്ട് അർച്ചന നടത്തുകയോ കൂവളമാല ചാർത്തുകയോ ചെയ്യുന്നത് നല്ലതാണ്. ഇത് മുൻജന്മ ദോഷങ്ങൾ പോലും തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ആഴ്ചയിലൊരിക്കൽ ശിവക്ഷേത്ര ദർശനം നടത്തുക. എന്നും ശിവ അഷ്ടോത്തരശത നാമം ജപിക്കുക. പറ്റുന്നവർക്ക് ഒരു രുദ്രാക്ഷമാല ധരിക്കാവുന്നതിൽ അതും നല്ലതാണ്. പക്ഷേ ശുദ്ധവൃത്തിയോടെ വേണം രുദ്രാക്ഷമാല ധരിക്കുവാൻ. പിന്നെ കണ്ണ് കാണാതെ ഉള്ളവർക്ക്, പ്രത്യേകിച്ച് വൃദ്ധരായിട്ടുള്ളവർക്ക് വല്ല ആഹാരം കൊടുക്കുന്നതും നല്ലതാണ്. കൂടാതെ പിറന്നാൾ ദിവസങ്ങളെ മഹാദേവന് മഞ്ഞ പട്ടുടയാടയും പാർവതീദേവിക്ക് ചുവപ്പ് പട്ടുടയാടയും സമർപ്പിക്കുന്നതും നല്ലതാണ്. പിന്നെ പക്കപ്പിറന്നാൾ തോറും ഒരു മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ശിവക്ഷേത്രത്തിൽ ചെയ്യാവുന്നതിൽ അത് നല്ലതാണ്. ഇത് പറ്റുമെങ്കിൽ ഞായറാഴ്ചകളിൽ ചെയ്യുന്നതും നന്നാണ്. ഇതിൽ ഏതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അത് ചെയ്യാം. അപ്പോൾ ഈ സൂര്യൻ്റെ ദശ കൊണ്ടുള്ള ദോഷങ്ങൾ വളരെയൊക്കെ കുറഞ്ഞു കിട്ടും. ഇനി ചന്ദ്രദശയാണ് നിങ്ങളുടെ നടപ്പ് ദശ എങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ ചന്ദ്രനെ അർച്ചനയോ അഭിഷേകമോ ഒക്കെ ചെയ്യുക. ചന്ദ്രഗായത്രി ആയ ഓം അത്രിപുത്രായ വിദ്മഹേ സാഗരോത്ഭവായ ധീമഹി തന്നോ ചന്ദ്ര പ്രചോദയാത്. ഇതാണ് ചന്ദ്രൻ്റെ ഗായത്രി. ഈ മന്ത്രം ഒരു 108 പ്രാവശ്യം ജപിക്കുക. പിന്നെ അടുത്തുള്ള ദുർഗാക്ഷേത്രത്തിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തി യഥാശക്തി വഴിപാട് നടത്തുക. പിന്നെ ദുർഗാ ചാലിസയോ ഓം ഹ്രീം ദും ദുർഗായൈ നമ എന്ന ദുർഗാമന്ത്രമോ
ഒക്കെ ജപിക്കുന്നത് നല്ലതാണ്. ദുർഗാമന്ത്രമർച്ച 108 പ്രാവശ്യം ജപിക്കുക. പിന്നെ ദുർഗാ അഷ്ടോത്തര ശതനാമം ജപിക്കുന്നതും നല്ലതാണ്. എന്നും ലളിത സഹസ്രനാമം ജപിക്കാവുന്നവരിൽ ഇതിലൊക്കെ നല്ലതാണ്. കൂടാതെ പൗർണമി ദിവസം ഒരിക്കൽ നോയമ്പ് നോക്കുക. ഭുവനേശ്വരി ദേവിക്ക് വെള്ള പട്ടുടയാട സമർപ്പിച്ച് കടും പായസം വഴിപാട് നടത്തുക. പറ്റുമെങ്കിൽ പക്കപ്പിറന്നാൾ ദിവസം ഭഗവതി സേവ അടുത്തുള്ള ക്ഷേത്രത്തിൽ നടത്തുക. ഇതൊക്കെയും നല്ലതാണ്. ഇതിൽ ഏതെങ്കിലുമൊക്കെ പറ്റുന്നത് ചെയ്യുക. ഇത് കൂടാതെ അമ്മയോട് വഴക്ക് കൂടാതെ അമ്മയ്ക്ക് മനസ്സന്തോഷം വരുന്ന രീതിയിൽ അമ്മയോട് ഇടപെടുക. ഈ കാര്യങ്ങൾ കഴിവതും ചെയ്താൽ ഈ നിങ്ങളുടെ ചന്ദ്രദശയിൽ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുകയും മനസ്സമാധാനം കിട്ടുകയും ചെയ്യും. ഇനി കുജദശ, അതായത് ചൊവ്വാദശയാണ് നിങ്ങൾക്ക് നടക്കുന്നതെങ്കിൽ ചൊവ്വയുടെ ഗായത്രി ആയ ഓം ഭൂമിപുത്രായ വിദ്മഹേ ലോഹിതാംഗായ ധീമഹി തന്നോ കുജ പ്രചോദയാത്. ഈ കുജ ഗായത്രി മന്ത്രം ഒരു 108 പ്രാവശ്യം കാലത്തും വൈകിട്ടും ജപിക്കുക. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അടുത്തുള്ള കാളീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ദേവിക്ക് ചുവപ്പ് പട്ടുടയാടയും കടുംപായസവും പക്കപ്പിറന്നാൾ ദിവസം ചെയ്യുകയും ചെയ്യുക. ഭദ്രകാളി അഷ്ടോത്തരശത ജപിക്കുന്നത് നല്ലതാണ്. കൂടാതെ ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളി നമ എന്ന ഭദ്രകാളി മൂലമന്ത്രം 108 പ്രാവശ്യം ജപിക്കുക. പിന്നെ ഋണമോചന യന്ത്രം ധരിക്കുക. കുജൻ്റെ അഷ്ടോത്തരശതം ജപിക്കുക. ഇങ്ങനെ ഒക്കെ ചെയ്താൽ നിങ്ങളുടെ ചൊവ്വാദശ മൂലമുള്ള ക്ലേശങ്ങൾ കുറഞ്ഞു കിട്ടും. ഇനി ബുധദശയാണ് നടക്കുന്നതെങ്കിൽ ബുധ മന്ത്രമോ ബുധ ഗായത്രിയോ ജപിക്കാം. ഓം ബുധായ നമ വിഷ്ണവേ നമ എന്ന ബുധമന്ത്രം നിത്യവും 108 പ്രാവശ്യം വീതം കാലത്തും വൈകിട്ടും ജപിക്കാം. വളരെ ശക്തിയുള്ളതാണിത്. പിന്നെ ബുധൻ്റെ ഗായത്രി ആയ ഓം ചന്ദ്രപുത്രായ വിദ്മഹേ ജ്ഞാനരൂപായ ധീമഹി തന്നോ ബുധ പ്രചോദയാത്. ഈ ബുധ ഗായത്രി എന്നും 108 പ്രാവശ്യം ജപിക്കുക. അത് നല്ലതാണ്. പിന്നെ എന്നും രാമായണം ഓരോ അധ്യായം വീതം വായിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്ത നവഗ്രഹ ക്ഷേത്രം ഉണ്ടെങ്കിൽ ബുധനെ അർച്ചനയോ മറ്റും യഥാശക്തി ചെയ്യുക. ശ്രീരാമക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ ഒക്കെ ആഴ്ചയിലൊരിക്കൽ എങ്കിലും പോയി ദർശനം നടത്തുകയും യഥാശക്തി വഴിപാടുകൾ നടത്തുകയും ചെയ്യുക. പക്കപ്പിറന്നാൾ ദിവസം ഭഗവാന് ഒരു മഞ്ഞപ്പട്ടും പാൽപ്പായസവും വഴിപാട് ചെയ്യുന്നത് നന്നാണ്. എന്നും വിഷ്ണു സഹസ്രനാമങ്ങൾ ജപിക്കുക. പിന്നെ ബുധൻ്റെ അഷ്ടോത്തരശതമോ ശ്രീരാമൻ്റെ അഷ്ടോത്തരശതമോ ഒക്കെ ജപിക്കുന്നതും നന്നാണ്. ഇതിൽ ഏതെങ്കിലും കഴിയുന്നതൊക്കെ ചെയ്യുക. ബുധദശ ക്ലേശം കുറഞ്ഞു കിട്ടും. ഇനി വ്യാഴദശയാണ് നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്നതെങ്കിൽ വ്യാഴത്തിന് നവഗ്രഹ ക്ഷേത്രത്തിൽ അർച്ചനാദി പൂജകൾ ചെയ്യുക യഥാശക്തി. പിന്നെ വ്യാഴത്തിൻ്റെ ഗായത്രി ആയ ഓം അങ്കിരോജാതായ വിദ്മഹേ വാചസ്പതയേ ധീമഹി തന്നോ ഗുരു പ്രചോദയാത്. ഈ ഗുരു ഗായത്രി 108 പ്രാവശ്യം ജപിക്കുകയോ വ്യാഴത്തിൻ്റെ അഷ്ടോത്തരശതം ജപിക്കുകയോ ചെയ്യാം. ഓം ബൃഹസ്പതയേ നമഃ ബ്രഹ്മണേ നമഃ എന്ന മന്ത്രം 108 പ്രാവശ്യം ജപിക്കുന്നതും നന്നാണ്. പിന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ ആഴ്ചയിലൊരിക്കൽ എങ്കിലും ദർശനം നടത്തി പ്രാർത്ഥിക്കുക. വിഷ്ണുവിനെ പക്കപ്പിറന്നാൾ തോറും ഒരു മഞ്ഞ പട്ടുടയാടയും പാൽപ്പായസവും വഴിപാട് നടത്തുക. പിന്നെ വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുക. വ്യാഴാഴ്ച പറ്റുമെന്ന് വെച്ചാൽ ഒരിക്കൽ വ്രതം നോക്കുന്നതും നല്ലതാണ്.
പിന്നെ മഹാവിഷ്ണു അഷ്ടോത്തരശതം എന്നും ജപിക്കുക. ഗുരുജനങ്ങളുടെ അല്ലെങ്കിൽ പ്രായമായവരുടെ ഒക്കെ അനുഗ്രഹം നേടുക. ഏതെങ്കിലും ഒരു സ്വർണ്ണാഭരണം ധരിക്കുന്നത് നന്നാണ്. ഇത് ഏതൊക്കെയാണ് പറ്റുമെന്ന് വെച്ചാൽ ചെയ്യുക. അപ്പോൾ വ്യാഴദശ വളരെ അനുകൂലമായി വരും. ഇനി ശുക്രദശയാണ് നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്നതെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ ശുക്രനെ അർച്ചനയോ അഭിഷേകമോ എന്തെങ്കിലും ചെയ്യുക. ഓം ഭൃഗുപുത്രായ വിദ്മഹേ ദൈത്യാചാര്യായ ധീമഹി തന്നോ ശുക്ര പ്രചോദയാത് എന്ന ശുക്രഗായത്രി 108 പ്രാവശ്യം എന്നും ജപിക്കുക. ഓം ശുക്രായ നമ ഇന്ദ്രായ നമ എന്ന ശുക്രമന്ത്രം ഒരു 108 പ്രാവശ്യം ജപിക്കുക. ശുക്രൻ്റെ അഷ്ടോത്തരശതം കൂടാതെ മഹാലക്ഷ്മി അഷ്ടോത്തരശതം, മഹാലക്ഷ്മി അഷ്ടകം ഇതൊക്കെ ജപിക്കാം. പിന്നെ ഓം ശ്രീം ഹ്രീം ക്ലീം ഐം കമലാവാസിന്യൈ സ്വാഹ എന്ന മന്ത്രം ഒരു 108 പ്രാവശ്യം ജപിക്കാം. ഇതിൽ ഏതെങ്കിലും ഒക്കെ ജപിക്കുന്നത് നല്ലതാണ്. പിന്നെ വെള്ളിയാഴ്ച ഒരിക്കൽ നോക്കാവുന്നതിൽ അതും നന്നാണ്. ലക്ഷ്മി ദേവിക്ക് യഥാശക്തി വഴിപാട് നടത്തുക. ഇതൊക്കെ ശുക്രദശ ക്ലേശങ്ങളെ കുറയ്ക്കുവാൻ ഉത്തമം ആണ്. ഇനി ശനിദശയാണ് എങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ ശനിക്ക് യഥാശക്തി വഴിപാട് നടത്തുക. കൂടാതെ ഓം സൂര്യപുത്രായ വിദ്മഹേ ശനൈശ്ചരായ ധീമഹി തന്നോ മന്ദ പ്രചോദയാത്. ഈ ശനി ഗായത്രി അല്ലെങ്കിൽ ശനിയുടെ അഷ്ടോത്തരശതം, അത് അല്ലെങ്കിൽ ഓം ശനൈശ്ചരായ നമ യമായ നമ എന്ന മന്ത്രം, ശാസ്താവിൻ്റെ അഷ്ടോത്തരശതം, ഇത് ഒക്കെ ജപിക്കുക. ഇതിലേതെങ്കിലും ഒന്നെങ്കിലും ജപിക്കുക. കൂടാതെ ശനിയാഴ്ച ഒരിക്കൽ നോക്കുക, അതും നന്നാണ്. ശനിയാഴ്ച അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം കത്തിക്കുക, ഹനുമാൻ ചാലിസ ജപിക്കുക, ഹനുമാനെ വെറ്റിലമാല ചാർത്തുക. ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ശനിദശ ക്ലേശം വളരെ കുറഞ്ഞു കിട്ടും. കൂടാതെ പ്രായമായ അല്ലെങ്കിൽ പാവങ്ങളായിട്ടുള്ളവർക്ക് ആഹാരം വല്ലതും വാങ്ങിച്ചു കൊടുക്കുന്നതും, അത് പ്രത്യേകിച്ച് ശനിയാഴ്ച കൊടുക്കാവുന്നതിൽ അതും വളരെ നല്ലതാണ്. ഇനി രാഹുർദശയാണെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ രാഹുവിന് യഥാശക്തി വഴിപാട് ചെയ്യുക. രാഹു അഷ്ടോത്തരശതം ജപിക്കുക. ഓം രാഹവേ നമ കാലായ നമ എന്ന മന്ത്രം 108 പ്രാവശ്യം ജപിക്കുക. ഓം നീലവർണായ വിദ്മഹേ സൈംഹികേയായ ധീമഹി തന്നോ രാഹു പ്രചോദയാത്. ഈ രാഹു ഗായത്രി എന്നും ജപിക്കുക, 108 പ്രാവശ്യം ജപിക്കുക. അതും നല്ലതാണ്. കൂടാതെ നാഗരാജ ക്ഷേത്രത്തിൽ 100 പാലും വഴിപാട് ചെയ്യാം. വെള്ളിയിലുള്ള നാഗരൂപങ്ങളെ പുറ്റും മുട്ടയും ഇതൊക്കെ സമർപ്പിച്ച് നാഗരാജാവിനും നാഗയക്ഷിക്കും ഉടയാടകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സർപ്പബലി നടത്താം. ഇതിൽ പറ്റുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. ശിവപ്രീതി വരുത്തുക. ഇതും വളരെ നല്ലതാണ് രാഹു ദോഷം കുറയ്ക്കാൻ. ജാതകത്തിൽ കാളസർപ്പയോഗം ഉണ്ടെങ്കിലോ 1, 5, 9 ഭാവങ്ങളിൽ രാഹുവോ കേതുവോ നിന്നാൽ സർപ്പബലി ചെയ്യുന്നത് നന്നാണ്. ഇനി കേതുർദശയാണെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ കേതുവിന് യഥാശക്തി വഴിപാട് ചെയ്യുക. ഓം കേതവേ നമ അഗ്നയേ നമ എന്ന മന്ത്രം 108 പ്രാവശ്യം ജപിക്കാം. കേതു അഷ്ടോത്തരശതം ജപിക്കാം. പിന്നെ ചാമുണ്ഡി ദേവിക്ക് യഥാശക്തി വഴിപാട് ചെയ്യുക. ലളിത സഹസ്രനാമം ജപിക്കാം. പിന്നെ പക്കപ്പിറന്നാൾ തോറും അടുത്തുള്ള ക്ഷേത്രത്തിൽ ഗണപതിക്ക് ഒരു ഗണപതി ഹോമം നടത്തുക. ഇതൊക്കെയും നല്ലതാണ്. കേതുർദശ ദോഷങ്ങളെ കുറച്ച് കിട്ടും. ഇനി ചില പൊതു കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ ഗ്രഹദോഷ ശാന്തിക്കുള്ള പരിഹാരങ്ങൾ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഓരോ നക്ഷത്രക്കാർക്ക് പ്രത്യേകമായി ഉള്ള ദശാകണക്കുകൾക്കൊപ്പം
ഇതും അയക്കാം. ഇത് മനസ്സിലാക്കി പറ്റുന്നതൊക്കെ ചെയ്യുക. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഈ ദശാകാലം ഉണ്ടെങ്കിൽ നാമജപം ഒന്നും അവരെ കൊണ്ട് പറ്റില്ലാത്തതിനാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പൂജകളൊക്കെ ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം, നവഗ്രഹങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന രത്നങ്ങൾ ധരിക്കുന്നത് നന്നാണ്. പക്ഷേ അത് ജാതകം ഒരു ജ്യോത്സ്യനെ കാണിച്ച ശേഷം മാത്രമേ ധരിക്കാവൂ. കാരണം ജാതകത്തിൽ അനുകൂല ഭാവാധിപതിയായ അനുകൂല സ്ഥാനത്ത് സ്ഥിതിയും ഉണ്ടെങ്കിൽ മാത്രമേ ആ ഗ്രഹത്തിൻ്റെ രത്നധാരണം കൊണ്ട് നേട്ടമുണ്ടാവൂ. അല്ലെന്ന് വെച്ചാൽ വിപരീത ഫലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ 9 ഗ്രഹങ്ങളുടെയും സ്റ്റോൺ ഉള്ള നവരത്ന മോതിരം ധരിക്കാതെ ജാതകത്തിൽ അനുകൂലരായി നിൽക്കുന്ന 1-2 ഗ്രഹങ്ങളുടെ സ്റ്റോണുകൾ ധരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇഷ്ടദൈവത്തിൽ ഉറച്ച് വിശ്വാസവും ഭക്തിയും ഉണ്ടാകുക. പിന്നെ പാവങ്ങൾക്ക് കഴിവിനനുസരിച്ച് ആഹാരം ദാനം കൊടുക്കുക. ആർക്കും മനസ്സ വാച കർമ്മണ ഒരു ദ്രോഹവും ചെയ്യാതിരിക്കുക. കഴിവതും പരോപകാരം ചെയ്യുക. ഇങ്ങനെ ഒക്കെ ചെയ്താൽ എന്ന് വെച്ചാൽ ഒരു ഗ്രഹദോഷവും ആരെയും നിങ്ങളെ ബാധിക്കില്ല. അതുകൊണ്ട് നന്നായിട്ട് പരോപകാരം ചെയ്ത് ഇഷ്ടദൈവത്തിൽ ഉറച്ച വിശ്വാസത്തോടുകൂടി നല്ല ഭക്തിയോടുകൂടി മുന്നോട്ട് പോവുക. പിന്നെ ഈ പരിഹാരങ്ങളും ചെയ്യുക. വളരെക്ക് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ശുഭമസ്തു. ഓം